ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ മന്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് നല്ലൊരു ബിയർഷിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇലക്ഷൻ ഉണ്ട്, റീസൺ അല്ലാതെ തന്നെ പ്രൈസ് നല്ല ഒരു പ്രീമിയത്തിൽ, ഹയസ്റ്റ് പ്രീമിയത്തിലാണ് നിന്ന് വെച്ചാൽ പ്രൈസ് എന്തായാലും ഒരു പുൾ ബാക്ക് എടുക്കണമായിരുന്നു. നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് ആദ്യം ഈ ഫസ്റ്റ് ഒരു ഡേയിൽ തന്നെ നമുക്കൊരു പുൾ ബാക്ക് ഒന്നും കിട്ടിയില്ല. അതിന് ശേഷമാണ് പ്രൈസ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രൈസ് അതിനെ സംബന്ധിച്ച് പ്രൈസ് ബിയറിഷ് ഒന്നല്ല, ബൈയിലേക്കുള്ള സാധ്യതകൾ തരുന്നുണ്ട്, ബിയറിഷിലേക്കുള്ള സാധ്യതകൾ. പക്ഷേ നമുക്ക് ഈ പ്രൈസ് ഈ ഒരു മാസം പുൾ ബാക്ക് തരുന്ന കഴിഞ്ഞ മാസം മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രൈസ് നമ്മളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. 50 മിനിറ്റിലും പല ടൈം ഫ്രെയിമിലും സെല്ലിലേക്ക് നമുക്ക് കൺഫർമേഷൻ തന്നു അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രീവിയസ് ലോ വരെ. അത് തന്നെയാണ് ഇപ്പോഴും മൂവ് ചെയ്യുക. പ്രീവിയസ് ലോ വരെ എന്നുള്ള നെക്സ്റ്റ് ലോ വരെയൊക്കെ പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങി. നല്ലൊരു ബിയറിഷ് മൂവ്മെൻറ്റിലേക്ക് കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു. നമുക്ക് വീക്കിലേക്ക് നോക്കാം. വീക്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് അല്ലേ. കുറേ നാളത്തെ ഇത്രയും ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു $50 കണ്ടിന്യൂസ് ആയിട്ട് ഒരു $200-250 മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതായത് ഫണ്ടമെൻ്റൽ പരമായിട്ടോ ഒന്നും ഇല്ലാതെ പ്രൈസ് ബിയറിഷിലേക്ക് നല്ലൊരു പ്രീമിയത്തിൽ നിൽക്കുമ്പോൾ മൂവ് ചെയ്യാറുണ്ട്. പക്ഷേ ഫണ്ടമെൻ്റൽ പരമായിട്ട് പ്രൈസിന് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പ്രൈസ് മാക്സിമം ഒരു $40 ബിയറിഷ് മൂവ്മെൻറ്റ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് ഒരു ബിയറിഷിലേക്ക് വന്നു. അതെന്തായാലും നമ്മൾ പണ്ട് കുറേ നാൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വീണ്ടും മാർക്കറ്റിൽ നല്ലൊരു പ്രീമിയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്നതാണ്. അല്ലാതെ ഫണ്ടമെൻ്റൽ പരമായിട്ട് മാത്രമല്ല പ്രൈസ് നല്ലൊരു പ്രീമിയത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആഴ്ച എല്ലാം ഒരു ബിയറിഷ് ക്യാൻഡിലാണ് അല്ലേ. ഒരു ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ബുള്ളിഷ് ഓബി ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു, ഫെയിൽ ചെയ്തു. നെക്സ്റ്റ് പറഞ്ഞാൽ നല്ല രീതിയിലൊരു റിയാക്ഷൻ ഒന്നും കിട്ടിയില്ല. നെക്സ്റ്റ് നമുക്കൊരു ഡേയുടെ സെറ്റപ്പ് നോക്കണമെങ്കിൽ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതിൽ നല്ല രീതിയിൽ റിയാക്ഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പ്രൈസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? 2800 പറ്റേന്നാണ് പ്രൈസ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഏകദേശം പ്രൈസ് ഒരു $100-300 പറ്റേ പ്രൈസ് ഇറങ്ങി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു $250 പ്രൈസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ചിലപ്പോൾ ഈ ഓർഡർ ഫ്ലോയിൽ നിന്ന് ഫസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാൻ ചിലപ്പോൾ കയറിപ്പോൾ, അല്ല ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൈസ് ഒരു റിയാക്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഓർഡർ ബ്ലോക്കിൽ വന്നപ്പോൾ കണ്ടതിനേക്കാളും നല്ലൊരു റിയാക്ഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നെക്സ്റ്റ് ഇതൊരു IFC ക്യാൻഡിലാണ്. പക്ഷേ നെക്സ്റ്റ് ഡേ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒരു ഇൻസൈഡ് തന്നെ. അപ്പോൾ നമുക്ക് നോക്കണം ഇവിടെ നിന്ന് തന്നെ പ്രൈസ് കയറുവാന്ന് പറയാനും പറ്റില്ല കേട്ടോ. പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ. പക്ഷേ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം പ്രൈസ് നമ്മുടെ ഈ ഓർഡർ ഫ്ലോയിൽ വന്ന് ടച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു IFC ക്യാൻഡിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ബൈ, പിന്നെ ഒന്നും നോക്കണ്ട, പ്രൈസ് മേളിലേക്ക് വരും. നമുക്ക് ഈ ഒരു 4 ഹവറിൻ്റെയൊക്കെ ഒരു പ്രീവിയസ് ഹൈയും 4 ഹവറിൻ്റെയൊക്കെ ഒരു ചേഞ്ച് ഓഫ് കാറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ 4 ഹവറിൻ്റെയൊക്കെ ഒരു OB വരെയൊക്കെ നമുക്ക് സെല്ല് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ബൈയിലേക്കും സെല്ലിലേക്കും സാധ്യത തരുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം എവിടെയാണ് റിയാക്ഷൻ വരുന്നതെന്ന്. അപ്പോൾ ആ റിയാക്ഷൻ തന്നെ ടാർഗറ്റ് വെക്കുക, ആ റിയാക്ഷൻ ട്രേഡ് എടുക്കുക. ഡബിൾ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുക. എന്നാലേ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റിൽ, ഒരു സൈഡിലേക്കാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റും കാണുന്നതിനേക്കാളും കൂടുതൽ ബ്രേക്ക് ഈവൻ SL ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കാനേ ഞാൻ പറയുള്ളൂ. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് 4 ഹവർ ചേഞ്ച് ഓഫ് കാറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ 4 ഹവർ ID ഒന്നും തന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കയറുമോ, അല്ലെങ്കിൽ IFC ക്യാൻഡിൽ നാളത്തെ മാർക്കറ്റ് വന്ന് ആ IFC ക്യാൻഡിൽ ഹൈ ആണ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ക്ലോസ് ചെയ്ത് നിൽക്കണമെങ്കിൽ പ്രൈസ് മേളിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അനാലിസിസ് നടത്തിയിട്ട് എവിടെ നിന്നൊക്കെ ബൈ എടുക്കണം, ഒരു ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബൈ എടുക്കണമെന്നൊക്കെ ഒന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് 1 ഹവറിൻ്റെ ഒരു OBയിൽ പ്രൈസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് റിയാക്ഷൻ തന്നു. ഏകദേശം നമുക്ക് 5 മിനിറ്റിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയയും കിട്ടി. പക്ഷേ നല്ല രീതിയിൽ ടൈം എടുത്തു. ശരിക്കും ഫ്രൈഡേ ഒരു റേഞ്ചിൽ തന്നെ നിന്നു, വലിയ മൂവ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല ഫ്രൈഡേ അല്ലേ. നെക്സ്റ്റ് നമുക്കൊരു 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വിസിബിളായിട്ട് കാണാം. 50 മിനിറ്റിൽ ഒരു ബുള്ളിഷ് ചേഞ്ച് ഓഫ് കാറ്റ് തന്നിട്ടുണ്ട്. ഡോണ്ട് വറി, അതും പറഞ്ഞ് ബുള്ളിഷ് ആയതൊന്നുമില്ല. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 5 മിനിറ്റിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയയും കിട്ടിയത് ഫ്രൈഡേ ആണ്. ധൈര്യമായിട്ട് ആ ഒരു ഇതിൽ നിന്ന് വന്നു. 50 മിനിറ്റിൻ്റെ IDM വരെയൊക്കെ തന്നെ ടാർഗറ്റ് വെക്കണം. അതേപോലെ രണ്ട് സൈഡിലേക്ക് നിങ്ങൾ ട്രേഡ്സ് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എടുക്കുന്ന ട്രേഡ് ഫസ്റ്റ് പ്രോഫിറ്റ് കിട്ടും, സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബ്രേക്ക് ഈവൻ അടിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടെ 50 മിനിറ്റിൻ്റെ IDM എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ബൈ എടുക്കുക. മനസ്സിലായോ? ഒരു പ്രീവിയസ് ഹൈ എടുത്തു, പ്രൈസ് വീണ്ടും ബിയറിഷിലേക്ക് പോയി, പ്രീവിയസ് ലോ എടുത്തു, വീണ്ടും പ്രൈസ് ബുള്ളിഷിലേക്ക് വന്നു. അപ്പോൾ രണ്ട് സൈഡിലേക്കും പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോങ് ടൈം ഹോൾഡ് ചെയ്യണം. പ്രൈസ് നോക്കുമ്പോൾ ബിയറിഷിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ശേഷം പ്രൈസ് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുക. ഏത് സൈഡിലേക്കാണ് പ്രൈസ് കൂടുതൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇച്ചിരിയും കൂടി ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ട്രേഡ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു, നമുക്ക് വീണ്ടും ഹൈൻ്റെ എടുത്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ കിട്ടി, ഇങ്ങോട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞതാണ് സെല്ലിലേക്ക് എടുക്കുമ്പോൾ ഒരു ടാർഗറ്റ് പ്രീവിയസ് ലോയൊക്കെ പോയി ബ്രേക്ക് ചെയ്തതിന് ശേഷം വന്ന് ഇതിൻ്റെ പ്രീവിയസ് ലോയൊക്കെ പോയി ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, അത് ബ്രേക്ക് ഈവനോ SLO അതിൻ്റെ ഹൈയോ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെല്ലെടുക്കുമ്പോൾ നമ്മൾ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞതാണ്, സെല്ലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. എപ്പോഴും പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഈ ഓർഡർ ഫ്ലോയിൽ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ഡേയുടെ ഓർഡർ ഫ്ലോ. അല്ല നമുക്ക് ഈ വരുന്ന ഒരു IFC ക്യാൻഡിൽ പ്രൈസ് ഇങ്ങനെ നിൽക്കുന്നു, ഓക്കെ ഡോണ്ട് വറി, ഇവിടെ നിന്ന് കയറി പോകുമോ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് വേറെ ഒരു POA കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാൻ, ചില പുൾ ബാക്ക് എടുത്ത് വീണ്ടും തിരിച്ച് വരാം. പക്ഷേ നമ്മുടെ ഈ ഒരു POയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് തരാം. അതിൻ്റെ കൂടൊപ്പം തന്നെ നല്ലൊരു ഫണ്ടമെൻ്റലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുള്ള പ്രൈസ് നല്ല വീണ്ടും ഒരു ബുള്ളിഷിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമുക്ക് ഗോൾഡിൻ്റെ പറയാനുള്ളത്. നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ഏകദേശം എനിക്ക് തോന്നുന്നത് കറൻസിയിലും ഇതേ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ബ്രിട്ടീഷ് പൗണ്ടിൽ നമ്മൾ ഓൾറെഡി പറയുകയാണെങ്കിൽ മന്തിൻ്റെ ഒരു POയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത് അല്ലേ. മന്തിൻ്റെ POയിൽ നിന്നുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോഴും പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, മന്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കൊന്ന് നോക്കിയാൽ എത്ര മൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന്. ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ് അല്ലേ, 900 പിപ്സോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറും ചെറിയൊരു 100 പിപ്സൊന്നും അല്ല, നല്ലൊരു മൂവ്മെൻറ്റ്സ് ആണ് 2 മാസം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഇത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു. പക്ഷേ റീസെൻ്റ്ലിയൊക്കെ തന്നെ ടാർഗറ്റ് വെച്ച് മാറിയായിരുന്നു. ഇത്രയും വലിയ മൂവ്മെൻറ്റ്സ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഒരു അടിപൊളി മൂവ്മെൻറ്റ്സ് ആണ്. ഇത് നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തേക്കണം, ബോഡി ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനിയും ചിലപ്പോൾ ഇവിടം വരെ മൂവ് ചെയ്യും. എന്തായാലും ഈ ലോ എടുക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഈ ലോ എടുത്തിട്ട് പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു പൊസിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കൺഫർമേഷനിൽ നിങ്ങൾക്ക് വീണ്ടും വൈ നോക്കാവുന്നതാണ്. വൈ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈ ഒന്നും കൊണ്ടേ വെക്കരുത്. ഇവിടെ ഈ OB, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലൊക്കെ തന്നെ ആ സമയം നോക്കിയിട്ട് അതനുസരിച്ച് ടാർഗറ്റ് ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ എന്തായാലും പ്രൈസ് വീണ്ടും ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വീക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണെങ്കിലും പ്രൈസ് ഫസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്തു, സെക്കൻഡ് ഹൈ ബ്രേക്ക് ചെയ്തു, ബോഡി ബ്രേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ആണ് പ്രൈസ് താഴേക്ക് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് നമ്മളുടെ ഡേയുടെ സ്ട്രക്ചറിൽ പ്രൈസ് നമുക്ക് ഇവിടെ നിന്നൊക്കെ നമ്മൾ നേരത്തെ പോലെ വീക്കിൻ്റെ കണ്ടില്ലേ, ആ വീക്കിൻ്റെ കണ്ടതുപോലെ ഇവിടെ നിന്നൊക്കെ ലോങ് ടൈം ബൈ എടുക്കാം എന്നുള്ള നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ അത്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ പ്രൈസ് IDM എടുത്തു, ഫസ്റ്റ് ഒന്ന് റിയാക്ഷൻ ചെയ്തു, അതിൻ്റെ ഹൈ എടുത്തു. നെക്സ്റ്റ് ഇവിടെ പ്രൈസ് വന്നു, വീണ്ടും ബ്രേക്ക് ഫിക്സർ വന്നു, വീണ്ടും IDM എടുത്തു. IDM എടുത്ത് എക്സ്ട്രീമിലാണ് വന്നത്. ഇവിടെ നോക്കിയേ, ഈ IDM എടുത്ത് ഇങ്ങനെ ബോഡി ബ്രേക്ക് ചെയ്യുമ്പോഴും ഈ എക്സ്ട്രീമിൽ പ്രൈസ് വന്നിട്ട് ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ലിക്വിഡിറ്റി ഗ്രാബാണ് നടത്തിയതെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ് കേട്ടോ. എന്താണ് മേജർ ഹൈ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തുമ്പോൾ പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, എൻ്റെ ഹൈ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് തന്നെ പ്രൈസ് ഈ ഒരു ക്യാൻഡിൽ 4 ഹവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരു 50 മിനിറ്റിൽ എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതായിരുന്നു. നല്ല രീതിയിൽ ആയിട്ട് വീണ്ടും ആ ഒരു ലോ പ്രൈസ് പോയി എടുത്തിട്ടുണ്ട്. ആ ഒരു ലോ പോയി പ്രൈസ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, വീണ്ടും പ്രൈസ് തിരിച്ചു വന്നു. അപ്പോൾ മേജർ ഹൈയിൽ എന്തോണോ കാണിച്ചത് അത് തന്നെയാണ് മേജർ ലോയിലും കാണിച്ചത് കണ്ടോ. വീണ്ടും അതേ സെറ്റപ്പ് തന്നെ കാണിച്ചിട്ടാണ് പ്രൈസ് തിരിച്ചു വന്നത്. തിരിച്ച് നമ്മുടെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കാണ് ഈ കാണുന്ന ക്യാൻഡിൽ, അവിടെ നിന്നാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ആ സമയത്ത് കൺഫേം ആയിട്ടില്ല. എന്നാലും ഞാൻ പറയണേന് നമുക്കൊരു കൺഫേം ബോഡി ബ്രേക്ക് ചെയ്തായിരുന്നെങ്കിൽ ഇതൊരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്താലേ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് നോക്കാറുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല സെല്ലുകളുണ്ട്, എല്ലാം ബിയറിഷിലേക്കാണ്. ആ മന്തിൻ്റെ റിയാക്ഷനാണ് ആ പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. ഇനി പതിയെ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി സ്ലോ ആവും മൂവ്മെൻറ്റ്. ഇപ്പോൾ ആ ഫണ്ടമെൻ്റൽ ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തതായിരിക്കും. ബിയറിഷ് തന്നെയാണ് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് സെൽ എൻട്രീസൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ടാർഗറ്റ് എടുക്കുക. വൈ എൻട്രീസൊക്കെ കിട്ടണമെങ്കിൽ നോക്കി നല്ലൊരു കൺഫർമേഷൻ ഒക്കെ നോക്കിയെടുക്കുക. പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ ആ വീക്കിൻ്റെ ഞാൻ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ മന്തിൻ്റെ കണ്ടില്ലേ, ഈ മന്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പൊസിഷനിലേക്ക് എത്തി എന്നെത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ യൂറോസ്റ്റിയുടെ നമ്മൾ മാസങ്ങൾ കൊണ്ടാണ് അത് ആ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ. പക്ഷേ മേജർ ലോയിലേക്ക് വന്നത് നോക്കിയേ,
നിസ്സാര സമയം കൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വരാം, നമ്മൾ ആരും പറയുന്നത് പോലെയല്ല. പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം പ്രൈസിങ് കൂടെ താഴേക്ക് വരും. അപ്പോൾ നമുക്ക് യൂറോ USDയിലേക്ക് നോക്കാം. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നോക്കാം. നമുക്ക് മന്തിൻ്റെയൊക്കെ നോക്കുമ്പോൾ അതേപോലെ തന്നെ സെയിം ബിയറിഷാണ്. അത്രയും മൂവ്മെൻറ്റ് ഈ മാസം ഇല്ലാന്നുണ്ടെങ്കിലും സെയിം ബിയറിഷിൽ തന്നെ നമുക്ക് വീക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊരു ഫസ്റ്റ് ഒരു ബൈ എടുത്ത് നല്ലൊരു മൂവ്മെൻറ്റ്സ് കിട്ടി, അത് വന്ന് ബ്രേക്ക് ചെയ്യാൻ അടിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് പ്രൈസ് ഓൾറെഡി എല്ലാ കറൻസികളും ഓൾറെഡി ഇലക്ഷൻ പ്രമാണിച്ച് ബാക്കി ആദ്യം ഒരു ബുള്ളിഷിലേക്ക് വന്നെങ്കിൽ അത് ജസ്റ്റ് ഒരു മാനിപ്പുലേറ്റ് ചെയ്തതാണ്. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വീക്ക് നമുക്ക് നോക്കി വീണ്ടും നല്ല രീതിയിൽ മൺഡേ ട്യൂസ്ഡേ ഒക്കെ നല്ല രീതിയിൽ ഇറങ്ങണമെങ്കിൽ ബൈയിലേക്ക് അധികം കാര്യമായിട്ട് നോക്കാതെ സെല്ലിലേക്ക് തന്നെ പിടിക്കുന്നതാണ് നല്ലത്. പക്ഷേ മൺഡേ ഈ ഒരു പൊസിഷനിലൊക്കെ തന്നെ റെസിസ്റ്റൻസ് എടുക്കുന്ന നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബൈ കൂടുതൽ നോക്കാവുന്നതാണ്. നമുക്ക് 4 hourലേക്ക് വരുമ്പോഴാണെങ്കിൽ 4 hour പ്രൈസ് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ എത്താതെ തന്നെ പ്രൈസ് അവിടെ നിന്നാണ് പ്രൈസ് പോയേക്കുന്നത്. ബ്രേക്ക് ഫിക്ചർ വന്നിട്ടുണ്ട്. നമുക്ക് 1 hourലേക്ക് വരാം. 1 hour IDM എടുത്തു. ഇങ്ങനെയൊക്കെ IDM എടുക്കുമ്പോൾ വീണ്ടും അതേ ഹൈ തന്നെ ലിക്വിഡേറ്റ് ചെയ്ത് പ്രൈസും പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ നോക്കണം, പ്രൈസ് അപ്പോൾ ഒരു ബുള്ളിഷിലേക്ക് മാറാൻ സാധ്യതയുള്ളൊരു ടൈമിലേക്ക് വന്നു. അതാണ് ആ ഒരു റേഞ്ചും നമുക്ക് കാണാണ്ടോ. 50 മിനിറ്റിൻ്റെ OBയിൽ വന്നു, റിയാക്ട് ചെയ്തു, വീണ്ടും വന്നു, റിയാക്ട് ചെയ്തു, വീണ്ടും വന്നു, വീണ്ടും അവിടെ നിന്നാണ് പ്രൈസ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അല്ല വന്നേക്കുന്നത്. ഈ ഒരു സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ബിഹേവിയറിനനുസരിച്ച് നിങ്ങളുടെ ടാർഗറ്റും ബ്രേക്ക് ഈവനും എല്ലാം സെറ്റ് ചെയ്യുക. അപ്പോഴേ നമ്മൾ പ്രോഫിറ്റിലേക്ക് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസൊക്കെ വർക്ക് ചെയ്ത് ആകെ സീനാവും. അപ്പോൾ നമുക്ക് യൂറോ USDയിലേക്ക് നോക്കാം. ഞാൻ യൂറോ USDയുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡേയുടെ ഒരു എക്സ്ട്രീം OBയിൽ നിന്നാണ് യൂറോ USD പോകുന്നത്. ആ മൂവ്മെൻറ്റ്സും ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറി ട്രേഡ് എടുത്തൊരു മൂവ്മെൻറ്റ്സ് ആണ്. പക്ഷേ തിരിച്ച് അതിൻ്റെ ഹൈ എടുത്ത സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ സെറ്റപ്പിൽ സെല്ല് നോക്കിയില്ല, അതൊരു മണ്ടത്തൊരയിപ്പോയി. പക്ഷേ ഞാൻ യൂറോ USDയിൽ എടുക്കാത്തൊരു വ്യക്തി എന്നെ സംബന്ധിച്ച് നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് എടുത്തും പോകാൻ പറ്റി കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മന്തിൻ്റെയൊക്കെ വരികയാണെങ്കിൽ എല്ലാ മാസത്തെ അങ്ങനെ ബ്രിട്ടീഷ് പൗണ്ടൊക്കെ പോലെ തന്നെ നല്ല രീതിയിൽ ബീർഷിലേക്ക് പോയിട്ടുണ്ട്. വീക്കിലൊക്കെ നോക്കണമെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നതിനേക്കാൾ നല്ല സ്ട്രോങ് ആണ്. ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്തു പ്രൈസ് വീണ്ടും ബീർഷിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഒട്ടും സ്ട്രോങ് അല്ല. അതിൻ്റെ മെയിൻ ഹൈനെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫസ്റ്റ് റിയാക്ഷൻ തന്നു, അതിൽ നിന്നൊന്നാണ് പ്രശ്നം. പക്ഷേ ഈ ഹൈ തന്നെയാണ് ഇപ്പോഴും റിയാക്ട് ചെയ്തേക്കണം. അപ്പോൾ ഈ ലോയ്ക്ക് എന്തായാലും ബ്രേക്ക് ചെയ്തു പോകും. ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്നായിരിക്കും പിന്നെ ഒരു പുൾ ബാക്ക് എടുക്കണം. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ മേജർ ലോ അല്ലേ. 2023 ഒക്ടോബർ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തത് എപ്പോഴാണെന്ന് നോക്കിയാൽ ഓഗസ്റ്റ് അല്ലേ. ഏകദേശം 10-11 മാസം എടുത്താണ് പ്രൈസ് അതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തത്. ആദ്യം ഫസ്റ്റ് ഇവിടെ വന്നതുപോലെ തന്നെ പ്രൈസ് ഫസ്റ്റ് നേരെ വന്ന് 23 ഒക്ടോബറിൽ വന്നു. അതേപോലെ തന്നെ 23 ഡിസംബറിൽ ഇവിടെ പ്രൈസ് വന്നായിരുന്നു. അതിനുശേഷം പ്രൈസ് ഇറങ്ങിയിട്ടാണ് കയറിപ്പോയേക്കണം. അപ്പോൾ ഈ ലോയോ അതേപോലെ ആകുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിം രീതിയിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് തിരിച്ച് കയറി വന്നിട്ട്, പക്ഷേ എത്രത്തോളം കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം എന്തായാലും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാം കേട്ടോ. ഈ നമ്മൾ ട്രേഡ് എടുത്തു, പക്ഷേ നെക്സ്റ്റ് ട്രേഡ് നമ്മളിവിടെ ഫസ്റ്റ് പ്രോഫിറ്റ് വെച്ച് നല്ലൊരു പ്രോഫിറ്റ് എടുത്തു. പക്ഷേ ഇത് തിരിച്ചു വന്ന് ബ്രേക്ക് ചെയ്യാൻ അടിച്ചു, ഈ ഹൈയും പ്രൈസ് പോയി. പക്ഷേ ഈ സെല്ല് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് വേറെ ഇവിടെ 2-3 വട്ടമൊന്നും ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് തവണ ലിക്വിഡേറ്റ് ചെയ്ത് നല്ലൊരു കൺഫർമേഷൻ തന്നു, അവിടെ നിന്നാണ് പ്രൈസ് ഇറങ്ങിയത്. നമ്മളിപ്പോൾ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ കണ്ടതുപോലെ തന്നെ നല്ലൊരു വലിയൊരു മൂവ്മെൻറ്റാണ് അല്ലേ. 700 ഇപ്പോഴും പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. വേറെ ലെവല് 700 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ USDയിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് നമ്മുടെ സെറ്റപ്പിൽ ടെക്നിക്കൽ അനാലിസിസ് സ്ട്രക്ചർ മാപ്പും POയിൽ വെച്ചും നല്ല കൺഫർമേഷൻ വെച്ച് നമുക്ക് എൻട്രി കിട്ടി. നമുക്ക് ഈ ഒരു POയൊക്കെ നല്ല രീതിയിൽ ഇനിയും പ്രൈസ് റിയാക്ട് ചെയ്തോ കേട്ടോ. നമ്മുടെ POയുടെ ഒക്കെ പ്രത്യേകത അതാണ്. ചിലപ്പോൾ പുതിയൊരു ബ്രേക്ക് ഫിക്ചറോ ഒന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ വരച്ചിടുക. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾ ട്രേഡ് നോക്കേണ്ടത്. അപ്പോൾ ഗോൾഡിൻ്റെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഡേയുടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കറൻസിയുടെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.